കോഴിക്കോട് കൂടരഞ്ഞി പൂവാറൻതോടിൽ പുലി ഇറങ്ങിയതായി നാട്ടുകാർ. രാത്രി 9 മണിയോടെ കാറിന്റെ ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. പരിശോധനയ്ക്കായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അസ്ലം, അല്പം മുൻപാണ് വയനാട് വാഗേരിയിൽ കടുവ ഇറങ്ങിയതായും ഒരു ആടിനെ കൊന്നതായുമുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ കോഴിക്കോടും പുലിയുടെ ദൃശ്യം വരെ അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് വനംവകുപ്പ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിന് നൽകുന്ന നടപടികൾ? എന്താണ് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറംതോട്ടിലാണ് രാത്രി പുലിയെ കണ്ടതായി നാട്ടുകാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 8:45 കൂടി ഒരു വാഹനം ഒരു കാറ് പോകുമ്പോൾ ആ കാറിന്റെ മുൻവശത്തുണ്ടായിരുന്ന ക്യാമറയിൽ നിന്നാണ് ഈ ഒരു പുലി റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ദൃശ്യം കിട്ടുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. ഫോറസ്റ്റ് താമരശ്ശേരിയിലുള്ള ഫോറസ്റ്റ് RRC സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. നേരത്തെ പുലി ഇറങ്ങിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലമല്ല. അതേസമയം വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതിനാൽ സംശയം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല. എന്തായാലും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇറങ്ങിയത് പുലിയാണോ എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. നേരത്തെ ഈ ഭാഗത്ത് കഴുതപ്പുലി ഇറങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പുലി ഇറങ്ങിയ എന്നുള്ള ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് കാറ് പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നതായ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് നാട്ടുകാർ പുലിയാണെന്നുള്ളൊരു പുലി ഇറങ്ങിയ ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഫോറസ്റ്റ് RRC സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ശരി, കോഴിക്കോട് കൂടരഞ്ഞി പൂവാറൻതോട്ടിലാണ് പുലി ഇറങ്ങിയതായി നാട്ടുകാർ. രാത്രി 9 മണിയോടെ കാറിന്റെ ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. പരിശോധനയ്ക്കായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.